فأما اليتيم فلا تقهر എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത്. فأما السائل فلا تنهر ചോദിച്ചു വരുന്നവനെ നീ മിരട്ടി വിടുകയും അരുത്. وأما بنعمة ربك فحدث നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ വർത്തമാനം പറയുകയും ചെയ്യുക. ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ ആളെന്ന സ്ഥിതിക്ക് അനാഥകളുടെയും സഹായം അർത്ഥിച്ചു വരുന്ന സാധുക്കളുടെയും സ്ഥിതിഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല പോലെ അറിയാവുന്നതാണല്ലോ. ആ നിലക്കും അള്ളാഹു തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന നിലക്കും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും അവരെ വെറുപ്പിക്കുകയോ അവരോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യരുതെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു. കഴിഞ്ഞ വചനങ്ങളിൽ തിരുമേനിക്ക് സിദ്ധിച്ച 3 അനുഗ്രഹങ്ങളെയാണ് എടുത്തുകാട്ടിയത്. ഈ വചനങ്ങളിൽ അതുപോലെ 3 കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതാണെങ്കിലും വാസ്തവത്തിൽ അവ ഓരോ സത്യവിശ്വാസിക്കും ബാധകമാണെന്നുള്ളതിൽ സംശയമില്ല. ഒന്നാമത്തേത്, യതീമിനെ അഥവാ പിതാവ് മരണപ്പെടുകയും പ്രായപൂർത്തി എത്താതിരിക്കുകയും ചെയ്ത അനാഥക്കുട്ടിയെ കീഴടക്കി വെക്കരുത് എന്നുള്ളതാണ്. അനാഥക്കുട്ടികളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും സാമാന്യമായെങ്കിലും അറിയുന്നവർക്ക് തൽവിഷയത്തിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം മറ്റൊരു മതമോ സമുദായമോ കൽപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നതാണ്. രണ്ടാമത്തേത്, ചോദിച്ചു വരുന്നവനെ വിരട്ടി വിടരുതെന്നുള്ളതാണ്. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലാത്ത പക്ഷം നല്ല വാക്കുകൾ പറഞ്ഞു വിടുക എന്നല്ലാതെ അവനോട് പരുഷമായ വാക്കുകൾ പറഞ്ഞോ മര്യാദയില്ലാത്ത പെരുമാറ്റം പെരുമാറിയോ നിന്ദിക്കുവാനും ആക്ഷേപിക്കുവാനും പാടില്ലാത്തതാണ്. യാചന ഒരു നല്ല കാര്യമല്ല. ഇസ്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ചോദിച്ചു വരുന്നവനോട് നല്ല നിലക്ക് വർത്തിക്കുന്നത് ചോദിക്കപ്പെടുന്നവന്റെ കടമയാകുന്നു. ഈ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതിവ് പരക്കെ അറിയപ്പെട്ടതാണ്. ചോദിച്ചു വരുന്ന ഒരാളെയും അവിടുന്ന് വെറും കൈയോടെ മടക്കി വിട്ടിരുന്നില്ല. ഒന്നും കൈവശമില്ലാത്തപ്പോൾ സൗമ്യമായ വാക്ക് പറയുകയും പിന്നീട് കൈവശം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അത് നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. മൂന്നാമത്തേത്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മൂടിവെക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുകയും കൃതജ്ഞതാപൂർവം സ്മരിക്കുകയും സന്ദർഭോചിതം പ്രസ്താവിക്കുകയും അതിന്റെ അടയാളം പുറമേ പ്രകടമായി കാണുകയും ചെയ്യുക. അള്ളാഹു പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാട്ടിയെങ്കിലോ നിശ്ചയമായും എന്റെ ശിക്ഷ കഠിനമായതുമാണ്. സൂറത്ത് ഇബ്രാഹിം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, തന്റെ അടിയാന്റെ മേൽ താൻ ചെയ്ത അനുഗ്രഹത്തിന്റെ അടയാളം അവന്റെ മേൽ കാണപ്പെടുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തിർമിദി. ധനവും കഴിവുമുണ്ടായിട്ടും താണതലം വസ്ത്രം ധരിച്ചു കണ്ട ഒരാളോട് തിരുമേനി പറയുകയുണ്ടായി, എന്നാൽ അള്ളാഹു തനിക്ക് ധനം തന്നിട്ടുള്ള സ്ഥിതിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെയും മാന്യതയുടെയും അടയാളം തന്നിൽ കാണപ്പെടട്ടെ. അബൂദാവൂദ്, നസായി. പക്ഷേ സന്തോഷമെന്ന നിലക്കും നന്ദിയായിക്കൊണ്ടുമല്ലാതെ അഹങ്കാരവും ദുരഭിമാനവുമായിക്കൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നതും പ്രകടമാക്കുന്നതും പാടില്ലാത്തതുമാകുന്നു.